പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം സംഖ്യയുടെ പുസ്തകം 14:18. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. അതായത് ദൈവത്തിന്റെ ചില പ്രത്യേകതകൾ ഈ തിരുവചനത്തിൽ വെളിപ്പെടുത്തപ്പെടുകയാണ്. കർത്താവ് ക്ഷമാശീലനാണ്, അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനാണ്. അവിടുന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആ സ്നേഹത്തിന്റെ ക്ഷമയുടെ കരുണയുടെ ആഴങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ധൂർത്തപുത്രൻ പറയുന്നു, പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. അതായത് ധൂർത്തപുത്രൻ മനസ്സിലാക്കി, അവൻ എറിഞ്ഞു കളഞ്ഞത്, നഷ്ടപ്പെടുത്തിയത് അല്പം സുഖമോ സന്തോഷമോ ഒന്നുമല്ല. പിന്നെയോ തനിക്ക് നഷ്ടപ്പെട്ടത് അമൂല്യമായ പിതൃപുത്ര ബന്ധമാണ്. അതായത് അപ്പനും മകനും എന്നുള്ള ആ ബന്ധമാണ് തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു മകൻ. അപ്പൊ തകർന്നു പോയ ആ ബന്ധത്തെ പൂർണ്ണമായിട്ടും വീണ്ടെടുക്കുന്നതിന് വേണ്ടി യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മകൻ, ഇത് ഒരു ഉത്തമമായ പൂർണ്ണമായ മനസ്താപത്തിന്റെയും മാനസാന്തരത്തിന്റെയും വ്യക്തമായ ഒരടയാളമാണ്. പിതാവിന്റെ കരുണ നിറഞ്ഞ ഹൃദയത്തിലേക്ക് ധൈര്യപൂർവ്വം ഓടിയെത്തുന്ന ധൂർത്തപുത്രനെ പോലെ നമുക്കും ദൈവത്തിന്റെ ആ അചഞ്ചലമായ കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരാനുള്ള കൃപയും അനുഗ്രഹവും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ.